പുഷ്പ ടു ദി റൂൾ അതിന് ടീസർ വന്നു. ഒറ്റവാക്ക് പറയുകയാണെങ്കിൽ ഓക്കെ ടൈപ്പ് ടീസർ. പിന്നെ ഈ ഒരു ടീസർ ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ പോലെയാണ് ഉള്ളത്. അതൊക്കെ കൊണ്ട് ഈ ഒരു ടീസർ വലിയ രീതിയിലുള്ളൊരു ഹുക്ക് എന്നിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ തിയേറ്ററിൽ ഈ പടം കാണുമ്പോൾ നല്ല രീതിയിൽ കണക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീൻ തന്നെ ആയിരിക്കും ഇത്. പിന്നെ കേട്ടിടത്തോളം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നൈസായിരുന്നു. പിന്നെ ഈ ഒരു ടീസറിൽ തന്നെ അല്ലു അർജുനായിട്ടിരിക്കുന്ന ഡ്രസ് കോഡ് ഒരു ദൈവത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ ആ ഒരു അറ്റൻഷൻ കൂടുതലായിട്ട് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു ടീസർ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടാവാം. എന്തായാലും ഈ ഒരു ടീസർ എനിക്ക് വലിയ രീതിയിൽ കണക്റ്റ് ആയിട്ടില്ല. ചിലപ്പോൾ പടം കാണുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ വർക്ക് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തുകൊണ്ട് ഒന്നും മനസ്സിലായിട്ടില്ല, കണക്റ്റ് ആയിട്ടില്ല. എന്തായാലും പടം ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിൽ വർക്ക് ആകാനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സീനായിട്ട് അത് മാറാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. പിന്നെ ഈ ഒരു പടം ഓഗസ്റ്റ് 15-ാം തീയതിയാണ് റിലീസാകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗോട്ടും ആ ഒരു ഡേറ്റിന് റിലീസാകുന്നുണ്ട്. അപ്പോൾ ഗോഡ് വേഴ്സസ് പുഷ്പ 2 വന്നു കഴിഞ്ഞാൽ തെലുങ്കാനയിലെല്ലാം തൂക്കുക ഈ ഒരു പുഷ്പ 2 ആയിരിക്കും. തമിഴ്നാട്ടിലാണെങ്കിൽ ഗോട്ട് മാത്രമായിരിക്കും. അപ്പോൾ അത് അത്ര നൈസ് ആയിരിക്കില്ല. എന്തായാലും ഡേറ്റിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുഷ്പ 2 ടീസർ കണ്ടിട്ട് എന്താണ് തോന്നിയത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.